കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത 66 6 വരിയാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ 2025 ഡിസംബറോടെ പൂർത്തിയാക്കാനാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. അഴീക്കോട് മണ്ഡലത്തിലെ പൂതപ്പാറ മൈലാത്തടം കീരിയാട് കാട്ടാമ്പള്ളി റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാതയുടെ ഭാഗമായുള്ള വളപട്ടണം മന്നിയെയും NH66 വരുന്ന വളപട്ടണം ടോൾ ബൂത്തിനെയും ബന്ധിപ്പിക്കുന്നതുമായ 500 മീറ്റർ നീളം വരുന്ന ഭാഗമാണ് ഈ പ്രവൃത്തി ഉൾപ്പെടുത്തി നവീകരിച്ചത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ NH66 നവീകരണ പ്രവർത്തനങ്ങൾ ഡിസംബർ 2025 മുമ്പ് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഏകോപനത്തിന്റെയും ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തിന്റെയും ഫലമായാണ് NH66 നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തെയ്യത്തിൽ ആകർഷിക്കപ്പെട്ട് ഇവിടേക്ക് വരുന്ന നിരവധി സഞ്ചാരികളുണ്ട്, വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെയുണ്ട്. ദൗർഭാഗ്യവശാൽ അതിന്റെ പ്രചരണം അത്രത്തോളം നമുക്ക് നടത്താനായില്ല. ഇനിയും പ്രചരണം നടത്തിയാൽ ഇനിയും ആളുകൾ കാണാൻ പറ്റും. വൈവിധ്യമാർന്ന തെയ്യക്കോലങ്ങൾ ഇവിടുത്തെ നാട്ടിൻപുറങ്ങളിലെ കാവുകളിൽ കെട്ടിയാടാറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനത് പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടതില്ല. സാധാരണ മനുഷ്യർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന മൂർത്തികളാണ് തെയ്യക്കോലങ്ങൾ. ഈ തെയ്യക്കോലങ്ങളിൽ ഏറ്റവും അവസാനത്തെ കളിയാട്ടം നടക്കുന്ന ഈ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രം. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. തെയ്യങ്ങളിൽ ഭാരമേറിയതും വലിപ്പമേറിയതുമായ മുടിയാണ് കളരിവാതുക്കൽ ഭഗവതി അമ്മ ആകർഷകമാക്കുന്നത്. അത്രയേറെ പ്രാധാന്യം ഈ ക്ഷേത്രത്തിനും ഇതിന്റെ പ്രദേശത്തിനുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വികസന പ്രവൃത്തി ഹൃദയത്തിൽ നിന്നാണ് ഇവിടുത്തെ MLA ശ്രീ സുമേഷ് സംസാരിച്ചത്. KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. റോഡ് വികസനത്തിന് സ്ഥലം നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു. ചിറക്കൽ കോവിലകം വലിയ രാജ ശ്രീരാമവർമ്മ രാജ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T സരള, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഷമീമ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി, വളപട്ടണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VKC ജംഷീറ, പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ജഗദീഷ്, പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P രാംകിഷോർ, KP താഹിറ, VK ലളിത ദേവി, PV രാധിക, K വേണു, TP നാരായണൻ, PV രഘുനാഥ്, KV ഷക്കീൽ, P ചന്ദ്രൻ, PP അഫ്സൽ, PP ഷഹീദ്, രാഹുൽ, രാജീവ്, സലാം ഹാജി എന്നിവർ സംസാരിച്ചു. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന സുപ്രധാന പാതയാണ് കളരിവാതുക്കൽ റോഡ്. 3.925 കിലോമീറ്റർ നീളവും 5.50 മീറ്റർ ശരാശരി വീതിയുമുള്ള ഈ റോഡിൽ ഉൾപ്പെടുന്നതും പഴയ ദേശീയപാതയുടെ ഭാഗവുമായ വളപട്ടണം മന്യയെയും NH66 വരുന്ന വളപട്ടണം ടോൾ ബൂത്തിനെയും ബന്ധിപ്പിക്കുന്നതുമായ 500 മീറ്റർ നീളം വരുന്ന ഭാഗമാണ് ഈ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചത്. 86.4 ലക്ഷം രൂപയാണ് പ്രവൃത്തിക്ക് അനുവദിച്ചത്. പഴയങ്ങാടി, തളിപ്പറമ്പ് ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് പുതിയതൊരു ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ അകപ്പെടാതെ കണ്ണൂർ നഗരത്തിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ സഹായിക്കുന്ന ബൈപ്പാസ് റോഡ് എന്ന നിലയിൽ ദേശീയപാതയിലെ വാഹന സാന്ദ്രത ഒരളവോളം കുറയ്ക്കുന്നതിന് ഈ റോഡ് സുപ്രധാന പങ്ക് വഹിക്കും. ഉത്തര മലബാറിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന മാർഗമായ ഈ റോഡ് താരതമ്യേന ഇടുങ്ങിയതും കാലോചിതമായി നവീകരിക്കപ്പെടാത്തതുമായതിനാൽ സുഗമമായ വാഹന ഗതാഗതം സാധ്യമല്ലാത്ത നിലയിലായിരുന്നു. റോഡ് 7 മീറ്ററോളം വീതിയുള്ള മികച്ച നിലവാരത്തിലുള്ള ഒരു സുപ്രധാന പാതയാക്കി മാറ്റുവാൻ ഈ പ്രവൃത്തിയിലൂടെ സാധിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.